ടോക്കോണിൽ നിന്ന് എഴുത്തുകാരനും കാലിക്കറ്റ് സർവകലാശാല റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ഇ.പി. പവിത്രൻ എഴുത്തുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അവതരണം നുസൈബ ബായ്. ടോക്കോണിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും സർവകലാശാല മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായിട്ടുള്ള ശ്രീ ഇ.പി. പവിത്രനാണ്. ഏറെ സ്നേഹത്തോടെ ടോക്കോണിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റേഡിയോ CUവിൻ്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കൾ, ക്യാമ്പസിലെ നിറഞ്ഞ സൗഹൃദങ്ങൾ, നമസ്കാരം. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഒരു റേഡിയോ നിലയത്തിലെ മൈക്കിനെ അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടല്ല. കോഴിക്കോട് ആകാശവാണിയിൽ കുറേ നാൾ വിവിധ ഭാരതി വിഭാഗത്തിൽ കാഷ്വൽ അനൗൺസറായി ജോലി ചെയ്ത ഒരു പരിചയം എനിക്കുണ്ട്. ടോക്കോൺ എന്ന ഈ പംക്തിയിലെ ചില മുൻ ലക്കങ്ങൾ ഞാൻ കാണാനിടയായിട്ടുണ്ട്. അജയ് പി മങ്ങാട്ട്, KP രാമനുണ്ണി, ഹരിത സാവിത്രി, അങ്ങനെയുള്ള ചില അധ്യായങ്ങൾ. ആങ്കർ തെളിച്ച വഴിയെ സഞ്ചരിക്കാൻ നിർബന്ധിക്കാതെ അതിഥിയെ സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത് ഈ ടോക്കോണിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. 80കളിൽ സർവകലാശാലയിൽ എത്തിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ക്യാമ്പസിനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകുമല്ലോ. 1985 മുതൽ 2016 വരെ ക്യാമ്പസിൻ്റെ ഭാഗമായിരുന്നു ഞാൻ, ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ. അത് ഉടലും ഉയിരും സർവകലാശാലയ്ക്ക് സമർപ്പിച്ച ഒരു കാലമായിരുന്നു. എനിക്ക് ജീവിതവും സുരക്ഷയും തന്നുള്ളത് സർവകലാശാലയാണ്. ക്യാമ്പസുമായിട്ടുള്ള ബന്ധം സത്യത്തിൽ വിദ്യാർത്ഥിക്കാലം തൊട്ടേ ഉള്ളതാണ്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പീരിയോഡിക്കൽ സെക്ഷനിൽ വന്നു പോകുന്നത് അന്ന് വലിയ ഉത്സാഹമായിരുന്നു. പലപ്പോഴും അത് ഒരു പകൽ മുഴക്കിയിരുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ നാഷണൽ ജിയോഗ്രാഫിക്, ടൈം, ന്യൂസ് വീക്ക്, സ്പുട്നിക്, അങ്ങനെ അറിയപ്പെടാത്ത വലിയ ലോകത്തിൻ്റെ വൈവിധ്യമാർന്ന കാഴ്ചകളിലേക്ക്, അറിവുകളിലേക്കുള്ള ജാലകങ്ങൾ തുറന്നു കിട്ടിയത് അങ്ങനെയാണ്. 2016 ശേഷം പെൻഷനർ എന്ന നിലയിൽ ക്യാമ്പസുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ ഊഴം മറികടന്നുകൊണ്ടാണ് അതിഥിയായി ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്നാണ്. കാരണം വിവിധ മേഖലകളിൽ സ്വന്തം പേര് വളരെ ശക്തിയായി അടയാളപ്പെടുത്തിയിട്ടുള്ള നിരവധി പേർ, മുൻ ജീവനക്കാർ, മുൻ അധ്യാപകർ, മുൻ വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ നമ്മളുമായിട്ട് വിനിമയം ചെയ്യേണ്ട ആശയങ്ങൾ, അനുഭവങ്ങളൊക്കെ കേൾക്കാൻ റേഡിയോ CU അവസരമൊരുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാറ് പറഞ്ഞല്ലോ 3 ദശകത്തിലേറെയായി സർവകലാശാല ക്യാമ്പസുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം എന്നുള്ളത്. ആകാശവാണിയിൽ താങ്കളുടെ അനുഭവം ഇതെല്ലാം പറഞ്ഞ്, അപ്പം ഇതിപ്പോൾ ക്യാമ്പസിലേക്ക് സാറിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് അന്യമല്ലെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? ഞാൻ 80കളുടെ മധ്യത്തിൽ, ഞാൻ 85 എന്ന് പറഞ്ഞു, 80കളുടെ മധ്യത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ശൈശവദശ പിന്നിടുന്ന ഘട്ടത്തിലാണ് ഞങ്ങളുടെ തലമുറയൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത്. കോഴിക്കോട് താൽക്കാലിക ക്യാമ്പസിൽ സർവകലാശാല ആരംഭിച്ചതു മുതൽ, തേഞ്ഞിപ്പലത്തേക്ക് പറിച്ചു നട്ടത് മുതൽ, ഇതിൻ്റെ ഈ ആദ്യകാല ഓഫീസർമാർ, ജീവനക്കാർ, അങ്ങനെയുള്ള ഒന്നാം തലമുറയ്ക്കൊപ്പം ജോലി ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എനിക്ക്. വ്യത്യസ്ത സർവീസ് സംഘടനകളിൽ, വ്യത്യസ്തമായ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളിൽ, ശരികളിൽ ഉറച്ചു നിൽക്കുമ്പോൾ പോലും അവരൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ഗാഢ സൗഹൃദത്തിൻ്റെ, അതിലുപരി തീർത്തും അഴിമതിരഹിതമായ ഒരു സേവന ഭൂമികയുടെ അന്തരീക്ഷം, അത് കാലിക്കറ്റിൻ്റെ ഒരു സമ്പത്തും അഭിമാനവുമാണെന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. ആ ഒരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സർവകലാശാല ജീവനക്കാരനായിരിക്കെ എഴുത്തിൻ്റെ മേഖലയിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ ഏറെയൊന്നും എഴുതിയിട്ടില്ല, ഒരു 5-6 പുസ്തകങ്ങൾ. 1986 DC ബുക്സിൻ്റെ കേസരി ബാലകൃഷ്ണപിള്ള അവാർഡ് കിട്ടിയ ചില്ലുകൊട്ടാരങ്ങളിലെ കാവൽക്കാർ എന്ന നോവലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. അത് ഞാൻ പ്രഥമ വികൃതി എന്ന് പറയാം, കാരണം 25 വയസ്സ് തികയുന്നതിന് മുമ്പ് എഴുതി തീർത്ത ഒരു പുസ്തകമാണ്.
അത് 3 സുഹൃത്തുക്കളുടെ കഥയാണ്. കഥയിലേക്ക് കടക്കുകയല്ല, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒരു അനുഭവം ഈയിടെ ഉണ്ടായി. ഈ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിന് മറുപടിയായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ ആ പുസ്തകം അയച്ചു തരികയുണ്ടായി. അപ്പോൾ ആ കുറിപ്പിൻ്റെ കമൻറ്റിൽ ഒരാൾ ഇങ്ങനെ എഴുതി: നിങ്ങളുടെ ഈ കഥ കോപ്പി അടിച്ചിട്ടാണ് ഹിന്ദിയിലൊരു ഹിറ്റ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണ് കേസിനൊന്നും പോകാത്തത്? ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ആ സിനിമയുടെ പേര് ഞാനിപ്പോഴിവിടെ സൂചിപ്പിക്കുന്നില്ല. ഊഹിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഉണ്ടോ? ശരി. അതിനുശേഷം മാതൃഭൂമിയിൽ ഖണ്ഡശയായിട്ട് വന്ന കിനാവൂരിലെ ഉണ്ണുണ്ണി എന്ന പുസ്തകമുണ്ട്. അത് എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന് 94 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മികച്ച സർഗാത്മക കൃതിക്കുള്ള അവാർഡ് കിട്ടുകയുണ്ടായി. അതിനെപ്പറ്റി ഒരനുഭവം പറയുകയാണെങ്കിൽ, അതാദ്യം പ്രസിദ്ധീകരിച്ച DC ബുക്സാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ രചന സാംസ്കാരിക വിഭാഗം അത് ഒരു എഡിഷൻ എടുക്കുകയുണ്ടായി. അങ്ങനെ ക്യാമ്പസിലെ ഒട്ടുമുക്കാൽ ആളുകളുടെ വീടുകളിൽ ആ പുസ്തകം എത്തിയിട്ടുണ്ട്. ഉണ്ണുണ്ണി എന്ന കഥാപാത്രം കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായിരുന്നു. എനിക്കറിയാം, അന്നത്തെ ഇളം തലമുറയിൽ 10ഉം 15ഉം തവണ ആ പുസ്തകം വായിച്ചിട്ട് എന്നോട് അതിന് ഇഷ്ടം കൈമാറിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ വലിയ മുതിർന്ന കുട്ടികളായി. അന്ന് ഉറങ്ങുമ്പോൾ കൂടെ ഉണ്ണുണ്ണി പുസ്തകം വേണമെന്ന് വാശി പിടിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. ആ പുസ്തകം ഇപ്പോഴും വിപണിയിലുണ്ട്, നല്ല രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. മറ്റൊരു പുസ്തകം അസർബൈജാനിലെ ഇബ്രാഹിം എന്നൊരു ബാലസാഹിത്യ കൃതിയാണ്. അത് പബ്ലിഷ് ചെയ്തത് യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക്കേഷൻ ഡിവിഷൻ തന്നെയാണ്. എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു നീണ്ട റൈറ്റേഴ്സ് ബ്ലോക്കിന് ഇരയായിട്ടുണ്ട് ഞാൻ. ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ എങ്ങനെയാണ് പിന്നീട് ഓവർകം ചെയ്തിട്ടുള്ളത്? സത്യത്തിൽ വിഷാദത്തിലേക്ക് വഴുതി പോകുമായിരുന്ന ഒരവസ്ഥയെ ഞാൻ അതിജീവിച്ചത് എൻ്റെ ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെയാണ്. സർവകലാശാലയിൽ ജോലിയെടുക്കുമ്പോൾ ചില ചാലഞ്ച്, വെല്ലുവിളി എന്ന് പറഞ്ഞ ചില ടാസ്കുകൾ സർവകലാശാലയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് UGC 11th പ്ലാൻ കമ്മീഷൻ്റെ വിസിറ്റ് സമയത്തായിരുന്നു. മറ്റൊന്ന് NAAC അക്രഡിറ്റേഷൻ, ആദ്യത്തെ റീ അക്രഡിറ്റേഷൻ സമയത്ത് കൂടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർവകലാശാലയുടെ എല്ലാ സമസ്ത വിഭാഗങ്ങളെയും ഉപവിഭാഗങ്ങളെയും അതിൻ്റെ സമഗ്രതയിൽ കാണാനും അതുമായിട്ട് ഇടപഴകാനുമുള്ള അവസരം വലിയ ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെ സുരക്ഷിതമായ മറ്റൊരു തൊഴിലിടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമരമുഖരിതമായ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ചില കാലങ്ങളിൽ ചില മേലധികാരികൾ സൃഷ്ടിച്ച സങ്കീർണതകൾ, സംഘർഷം നിറഞ്ഞ അന്തരീക്ഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അക്കാലമൊക്കെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ. തികഞ്ഞ ആത്മാർത്ഥതയോടെ ആസ്വാദ്യതയോടെ നമ്മുടെ കടമ നിർവഹിക്കാൻ പറ്റിയ അത്രയും സുരക്ഷിതമായ ഒരു തൊഴിലിടമായിട്ടാണ് എനിക്ക് സർവകലാശാലയെ ഞാൻ കാണുന്നത്. എഴുതാനിരിക്കുമ്പോൾ വ്യത്യസ്തമായ മറ്റ് തൊഴിൽ മേഖലകളിലൂടെ ലഭ്യമാവുന്ന ജീവിത സംഘർഷങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ ഒക്കെ അതിൽ നിന്ന് ലഭിക്കുന്ന അനുഭവലോകം സർവകലാശാലയായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തീർത്തും വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. സർവകലാശാല ക്യാമ്പസിലെ ദിനങ്ങൾ താങ്കളുടെ സാഹിത്യ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്? ക്യാമ്പസിലാണെങ്കിൽ രചന, ആർട്ടേഷ്യ, വിവിധ കാലങ്ങളിലെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അലയൊലികൾ കേരളത്തിലെ മറ്റൊരു ക്യാമ്പസിലും ഇല്ലാത്ത വിധം അതൊക്കെ ഈ സർവകലാശാല ക്യാമ്പസിൻ്റെ ഹൃദയ പകർപ്പുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കലാ, സാംസ്കാരിക, സാഹിത്യ, വൈജ്ഞാനിക, രാഷ്ട്രീയ, ബൗദ്ധിക മണ്ഡലങ്ങളിലെ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ തൊട്ടടുത്ത് എന്നവണ്ണം കാണാനും കേൾക്കാനും ഒക്കെ അവസരമായിട്ടുണ്ട്. അത് മറ്റെവിടെയും സാധിക്കുമായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുമാണ് എൻ്റെ അനുഭവം. റിട്ടയർമെൻറ്റിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കുറേശ്ശെ ഇടപെട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. യാത്ര, അനുഭവം, ഓർമ്മകൾ, അതിനെപ്പറ്റിയുള്ള ചെറുതും വലുതുമായ ചില കുറിപ്പുകൾ FBയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ധാരാളം വായനക്കാരുണ്ടായി.
അതിൽ നിന്ന് സമാഹരിച്ച് ചില കുറിപ്പുകൾ ചേർത്താണ് ഓർമ്മകളുടെ ഉങ്ങുമരത്തണലിൽ എന്നൊരു പുസ്തകം കഴിഞ്ഞ കൊല്ലം പുറത്തു വന്നത്. സത്യം പറയാം, അതിലൊരു അധ്യായത്തിൻ്റെ പേര് ഒരു റേഡിയോ കനവ് എന്ന് തന്നെയാണ്. റേഡിയോയുടെ ശ്രോതാക്കൾക്കോട് ആ കാര്യം കൂടി പറയട്ടെ. ഇബ്നു ബത്തൂത്തയുടെ ഈ ലോകയാത്രകൾ എന്ന യാത്രാ പഠനം ഇന്നേറെ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു പുസ്തകത്തിലേക്കുള്ള ഒരു കടന്നു വരവ് എങ്ങനെയായിരുന്നു എന്ന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമോ? എനിക്ക് തോന്നുന്നത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലം എഴുത്തിലും സർഗാവിഷ്കാരത്തിൻ്റെയും മേഖലയിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടം എഴുത്തിലും അതുപോലെ സർഗാവിഷ്കാരത്തിൻ്റെ മേഖലയിലും വലിയൊരു വിസ്ഫോടനത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. എഴുത്തും അതുപോലെ പുസ്തകമിറക്കലുമൊക്കെ എത്തിപ്പിടിക്കാനാകാത്തത്ര ഉയരത്തിലല്ല എന്ന് പലരും തിരിച്ചറിഞ്ഞൊരു കാലമാണ്. അതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ കാലത്ത് എഴുത്തിലേക്ക് സജീവമായിട്ട് കടന്നു വന്ന പലരും വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചവരിലുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാൻ പറ്റും, പക്ഷെ അതിലേക്ക് കിടക്കുന്നില്ല. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ യാത്ര വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഏറ്റവും അധികം യാത്ര ചെയ്തത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്തിലാണ്. അന്ന് സ്കോട്ടിഷ് പണ്ഡിതനായിട്ടുള്ള ഹാമിൽട്ടൺ അലക്സാണ്ടർ ഗിബ്, HR ഗിബിൻ്റെ ട്രാവൽസ് ഓഫ് ഇബ്നു ബത്തൂത്ത എന്ന പുസ്തകം എൻ്റെ കയ്യിലെത്തി. സഞ്ചാരികളുടെ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ യാത്രാനുഭവങ്ങളുടെ സമാഹാരമായ റിഹ്ലയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പുസ്തകം. ബത്തൂത്ത ഒരു നിത്യവിസ്മയമാണ്. സഞ്ചാരികളുടെ സഞ്ചാരിയാണെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൽ മൊറോക്കോയിലെ വടക്കനാഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ടാൻജിയർ നഗരത്തിൽ നിന്ന് 1325 തൻ്റെ 21-ാമത്തെ വയസ്സിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ് ഇബ്നു ബത്തൂത്ത. ആ യാത്ര ഇന്നത്തെ കണക്കനുസരിച്ച് 44 രാജ്യങ്ങളിലൂടെ 1,20,000-ത്തിലധികം കിലോമീറ്ററുകൾ 29 വർഷങ്ങൾ കടന്നുപോയതിനു ശേഷമാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതിനിടയിൽ 7 വർഷക്കാലത്തോളം ദില്ലി സുൽത്താനേറ്റിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കീഴിൽ ഖാദിയായിട്ട് ഇബ്നു ബത്തൂത്ത ജോലി ചെയ്തിട്ടുണ്ട്. ചൈനയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി അദ്ദേഹം മാസങ്ങളോളം കോഴിക്കോട് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടിനെ സാഹിത്യ നഗരിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ സത്യസന്ധതയുടെ നഗരമായിട്ട് കലിക്കൂത്തിനെ കോഴിക്കോടിനെ ആദ്യമായി വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബത്തൂത്തയ്ക്കൊപ്പം സഞ്ചരിക്കുകയുണ്ടായി. ബത്തൂത്തയെ അനുഭവിച്ച അതിശയങ്ങൾ, ആഹ്ലാദങ്ങൾ, ആശങ്കകളൊക്കെ എൻ്റേതുമായിട്ടുണ്ട്. ആ വായന പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് മലയാളത്തിലേക്ക് സ്വതന്ത്രമായി പുനരാവിഷ്കരിക്കണമെന്ന് തോന്നി. അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. ഏതാണ്ട് 2 വർഷം എടുത്ത് പൂർത്തിയാക്കാനത്. അതിനുവേണ്ടി ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ ലോകയാത്രകൾ എന്ന പുസ്തകം ചിന്തയാണ് പുറത്തിറക്കിയത്. അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. നിലവിൽ അണിയറയിലുള്ള രചനകളെക്കുറിച്ച് വിശദീകരിക്കാമോ? ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് പാതി വഴിയിലാണ്, ചിലതൊക്കെ അച്ചടിയിലുമുണ്ട്. കിനാവൂരിലെ ഉണ്ണുണ്ണിയും ഇബ്നു ബത്തൂത്തയും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാണ്, കിനാവൂരിലെ ഉണ്ണുണ്ണിയുടെ ചലച്ചിത്ര ആവിഷ്കാരം അണിയറയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാറായിട്ടില്ല. ധാരാളം അക്കാദമിക ഗവേഷണ ഗ്രന്ഥങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സർഗസാഹിത്യത്തിൻ്റെ മേഖലയിൽ മലയാളവും കേരളവും ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കൃതികൾ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നാണ് എൻ്റെ അറിവും അനുഭവവും. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇനി വരുമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ജാപ്പനീസ് ഫോക്ക് ടെയിൽസിൻ്റെ ഒരു വലിയ പുസ്തകം ഒരു സുഹൃത്ത് ഈയിടെ എൻ്റെ കയ്യിലെത്തിച്ചു. ഞാനതിലൂടെ ആവേശപൂർവ്വം കടന്നുപോയി. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ഫാൻറ്റസിയുടെയും അതിശയങ്ങളുടെയും കാലത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു പുനരാവിഷ്കാരത്തിൻ്റെ ഒരു വലിയ ശ്രമകരമായ ദൗത്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കഥകൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമായ തളിരിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
പടിഞ്ഞാറിനേക്കാൾ കഥകൾ കിഴക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കിഴക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതികളുമായിട്ട് വളരെയധികം സാമ്യമുള്ള സാജാത്യങ്ങളുള്ള ഒരു മേഖല തന്നെയാണ്. സാർ ഒരു ഗ്രന്ഥശാല പ്രസ്ഥാന പ്രവർത്തകൻ കൂടിയാണല്ലോ. ആ നിലയിലും സാഹിത്യകാരൻ, പ്രത്യേകിച്ച് ബാലസാഹിത്യത്തിൽ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ആളെന്ന നിലയിലും പുതിയ കാലത്തെ വായനയെക്കുറിച്ച് പൊതുവെ പല രീതിയിലാണ്, വായനാ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുതിയ കാലത്തെ കുട്ടികളുടെ വായനയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന് സൂചിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ ഗ്രന്ഥശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏക A+ ഗ്രന്ഥാലയമാണ് രാമനാട്ടുകരയ്ക്ക് അടുത്തുള്ള പാറമ്മൽ ഗ്രന്ഥാലയം. അതിൻ്റെ പ്രവർത്തകനാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രായക്കാരുടെയും സമസ്ത മേഖലയിലേക്ക് പടർന്ന് പന്തലിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ആ ലൈബ്രറിക്കുള്ളത്. ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് പഴയ പോലെ വെറും പുസ്തക വായനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നത്തെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ. അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. വായനയെ, പുതിയ കാലം വായനയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പക്ഷേ പുതിയ വായനക്കാർ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വായന ഒരു ശീലമാക്കി ജീവിതത്തിൻ്റെ ഭാഗമായി എടുക്കുന്നുള്ള ധാരാളം പേര് നമുക്ക് നേരിട്ട് കണ്ടറിയുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വായനയ്ക്ക് വേണ്ടിയുള്ള സമയം നീക്കി വയ്ക്കപ്പെടുന്നതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ട്, പഴയ പോലെ യുദ്ധവും സമാധാനവുമോ അല്ലെങ്കിൽ വിലാസിനിടെ അവകാശികളോ ഒക്കെ കുറ്റവും ശിക്ഷയും അതുപോലെ വലിയ പുസ്തകങ്ങൾക്ക് ഇന്ന് വായനക്കാരെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ കഥകളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചെറുകഥകളിൽ നിന്ന് മൈക്രോ കഥകളിലേക്ക്, മിനി കഥകളിലേക്ക്, മൈക്രോ കഥകളിലേക്കൊക്കെ കടന്നുവിട്ട് നോവലുകളൊക്കെ അങ്ങനെയാണ്. ഏറ്റവും ചെറിയ പുസ്തകങ്ങളാണ് ആളുകൾ അന്വേഷിക്കുന്നത്. അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. അപ്പോൾ നമുക്കൊരു നേർരേഖയിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ വൈവിധ്യം എല്ലാ കാലത്തും ഉണ്ട്. വലിയ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഈ ചെറിയ പുസ്തകങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നുണ്ട്. അത് നിരന്തരം സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റം തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഞാൻ ബാലസാഹിത്യത്തിൽ മാത്രമല്ല കേന്ദ്രീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എഴുതാനിരിക്കുന്ന പുസ്തകങ്ങൾ മറ്റ് പല മേഖലകളിലുമാണ്. റേഡിയോ CU ശ്രോതാക്കളുമായി അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഏറെ നന്ദി സർ. എനിക്ക് ഈ ഒരു അവസരം തന്ന റേഡിയോ CUവിൻ്റെ എല്ലാ പ്രിയ ഹൃദയങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടോക്ക് ഓണിൽ ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും കാലിക്കറ്റ് സർവകലാശാല റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ EP പവിത്രൻ. അവതരണം നുസൈബ ബായ്.